ഹായ്. നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പ്രാവശ്യം തക്കാളിച്ചോറ് ഉണ്ടാക്കി നോക്കണമെന്നുള്ളത്. അപ്പം എല്ലാവരും വാ, നമുക്ക് തക്കാളിച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഒരുപാട് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഇന്നിവിടെ തക്കാളിച്ചോറ് അഥവാ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചത്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ അത്രയേറെ പോപ്പുലറായ ഒരു ഭക്ഷണമാണ് ഈ തക്കാളിച്ചോറ്. അപ്പം തക്കാളിച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബസ്മതി റൈസാണ് വേണ്ടത്. ഞാൻ ഒരു അരക്കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ട് കുതിരാനായിട്ട് ഒരു 20 മിനിറ്റത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 20 മിനിറ്റ് കുതിർത്ത ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം വെച്ചു. ആ വെള്ളം നന്നായി തിളച്ച ശേഷം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ബസ്മതി റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പൊന്നി റൈസ് ആണെങ്കിലും മതി. അത് വൈറ്റ് റൈസ് ഏതാണല്ലോ കുഴപ്പമില്ല, പക്ഷേ അത് വേകുന്നതിൻ്റെ സമയവ്യത്യാസം വളരെ പ്രധാനമാണ്. അപ്പം ഈ ഇതിലേക്ക് ഞാൻ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്ത ശേഷം ഈ അരി അങ്ങ് കോരി ഇട്ട് കൊടുത്തു. അരി കോരി ഇട്ട ശേഷം അത് തിളയ്ക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി അങ്ങ് വെച്ചു. അങ്ങനെ ഫ്ലെയിം കൂട്ടി അങ്ങ് വെച്ചു. ഒരു 4 മിനിറ്റൊക്കെ തിളച്ചാൽ മതി. ഒരു 70% വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു 4 മിനിറ്റത്തോളം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പയ്യെ ഇതിൻ്റെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് അരി വെന്തോന്ന് നോക്കണം. നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് പയ്യെ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അരി നമുക്ക് വെന്തോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പയ്യെ നമ്മുടെ കോരി എടുത്തിട്ട് ഇത് വെന്തോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് വെന്തു എന്ന് കണ്ടിട്ടൊരു വെന്ത ലക്ഷണമൊക്കെ ഉണ്ട്. അത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ചോറ് നമുക്ക് തണുത്തും കിട്ടണം കേട്ടോ. അതേ പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു. അപ്പോൾ ഈ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണ തിളച്ച് കിട്ടും. അപ്പോൾ ഈ എണ്ണ തിളയ്ക്കുന്നത് നോക്കി നിന്നിട്ട് തിളച്ച് വരുന്ന ആ സമയത്ത് നമുക്കൊരു 1/2 സ്പൂൺ കടുക് അങ്ങിട്ട് കൊടുക്കണം. നല്ലപോലെ എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്ക് കടുക് പയ്യെ കടുക് അങ്ങോട്ട് ഇടാം. കടുക് ഇട്ട ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ ഉഴുന്ന് വിട്ട് കൊടുക്കണം. എന്നിട്ടിത് പെട്ടെന്ന് തന്നെ ഇളക്കണം കേട്ടോ. ഇളക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് കരിഞ്ഞു പോകാൻ ഇടവരുത്തരുത്. നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഇളക്കണം. ഇളക്കുന്നതിനിടയ്ക്ക് നമുക്കിതിലേക്ക് ഒരു 3 വത്തലമുളക് നടുവേ മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 4 പച്ചമുളക് നടുവേ കീറിയതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഇളക്കാം. പയ്യെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വെളുത്തുള്ളി ഒരു 3 അല്ലി ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കാം. അപ്പോൾ ഇളക്കി ഇതിൻ്റെ കളറൊക്കെ പയ്യെ ഒന്ന് മാറി ഒരു വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 4 സവോള നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അത് സവോള കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഇളക്കണം. ഇളക്കി ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഈ സവോള ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നതിലാണ് നമ്മൾ ഇതിനകത്ത് ഇളക്കേണ്ടത്. അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക. അപ്പോൾ ഇളക്കി ഇപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ പയ്യെ മാറി വരുന്നുണ്ട്. ഈ സവോളയുടെ കളർ മാറി വരുന്ന നമുക്ക് ആ സമയത്ത് നമുക്കൊരു 4 തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഉപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതിയെ ഇത് ഇളക്കി കൊടുക്കുക. അപ്പം ഇത് കരിഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് വരികയും ചെയ്യണം. ആ ഒരു രീതി വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് അടി കരിഞ്ഞു പിടിക്കാൻ ഇടവരുത്തരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം, ഇത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കുക. അപ്പോൾ ഇളക്കി സവോളയും തക്കാളിയെല്ലാം വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ആ ഫ്ലെയിം ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ചിട്ട് അത് തിളയ്ക്കാനായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുക്കുന്ന ഇടയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലേക്ക് ഒരു ഇടയ്ക്ക് കൊടുത്ത് നല്ലപോലെ വെന്തു അല്ലെങ്കിൽ വഴണ്ട് വന്നു എന്ന് നമുക്ക് ഒന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇതിൻ്റെ ഉപ്പൊന്ന് പയ്യ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ലേശം ഉപ്പിട്ട് കൊടുക്കുക. അത് ഉപ്പെല്ലാം നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്ന രീതിയിൽ ഒന്നുകൂടെ നിങ്ങളൊന്ന് ഇളക്കുക. ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം ഇതിനകത്തേക്ക്.
അപ്പോൾ നെയ്യും കൂടി ഇട്ട് നെയ്യ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഫുള്ളായിട്ട് നെയ്യ് പിടിച്ച് എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന രീതിയിൽ അത് ഇളക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇളക്കി നമ്മൾ ഇളക്കി കൊടുക്കുന്ന ആ സവോളയെല്ലാം എല്ലാം പരസ്പരം പിടിക്കണം. തക്കാളിയെല്ലാം നല്ലപോലെ വഴണ്ട് വന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്ന രീതി, സ്മെല്ലാം നല്ല കിട്ടണം, സ്മെല്ല് അപ്രദേശം കൊണ്ടായിരിക്കും. ആ രീതി വേണം ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലപോലെ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിക്കും. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ആ ഇളക്കി കൊടുക്കുമ്പം അതിൻ്റെ വെള്ളമെല്ലാം പയ്യെ പറ്റും. വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ വീഴ്ത്ത് വെച്ചിരുന്ന ചോറ് ഇതിലേക്ക് പയ്യെ സ്പ്രെഡ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കണം. ഒറ്റയടിക്ക് ഇട്ട് കൊടുത്തിട്ട് അത് അമക്കി വെക്കാനൊന്നും പോകരുത്. സ്പ്രെഡ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇട്ട് കൊടുത്ത് അത് പരസ്പരം ഒട്ടാത്ത രീതിയിൽ ഇളക്കാനായിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ തവിയൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്. മാക്സിമം തടി കൊണ്ടുള്ള തവി ഉണ്ടെങ്കിൽ അത് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. പരസ്പരം ചോറ് ഒട്ടാത്ത രീതിയിൽ അത് നമുക്ക് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ ഇളക്കിയാൽ മതിയാകും, ധൃതി കൂട്ടരുത്. തീ ഓഫ് ചെയ്തിട്ട് വേണം, നല്ലപോലെ തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ അത് ഇളക്കിയെടുക്കുവാനായിട്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.